evening, friends. Today, as a part of our supply chain management assessment, we are going to visit a warehouse. So, we selected the warehouse of Orma Marbles near Angamali. We can go there and study about different handling equipments and how a warehouse is treated. We are going there and visiting the warehouse. Come on, let's go. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓർമ്മ എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. അങ്കമാലിയിലാണ് നമുക്ക് ഇവിടെ ലൊക്കേഷൻ വരുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ 30 വർഷത്തിൽ കൂടുതലായിട്ട് നമ്മുടെ ഇവിടെ സ്ഥാപനമുണ്ട്. മെയിനായിട്ട് ടൈല്, ഗ്രാനൈറ്റ്, മാർബിളാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. മറ്റേ നമുക്കിപ്പോൾ സപ്ലൈ എവിടെ നിന്നൊക്കെയാണ്, മീൻസ് ഏതൊക്കെ സ്ഥലത്തു നിന്നൊക്കെയായിരിക്കും ഈ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതായത് മറ്റേ സ്റ്റേറ്റ് ഇപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലത്തു നിന്നായിരിക്കും നമ്മുടെ ഗ്രാനൈറ്റും ഇതൊക്കെ വരുന്നത്. ബാംഗ്ലൂർ, ഗുജറാത്ത്, ഓക്കെ. രാജസ്ഥാൻ, ബാംഗ്ലൂർ, ഗുജറാത്തിൽ അവിടെ നിന്നൊക്കെയാണ് നമുക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവർ നമ്മൾ ഓർഡർ അനുസരിച്ച് നമുക്ക് കണ്ടെയ്നറായിട്ടാണോ അത് എങ്ങനെ ലോറിയിൽ? ഓക്കെ, അതായത് മറ്റേ കൊറിയർ ഇത് നമ്മുടെ ഐറ്റത്തിന് വേണ്ടി മാത്രമായിട്ട് ലോഡ് വരുന്നത് അതോ മൊത്തമായിട്ട് വരുന്നതാണോ? മറ്റേ ഇവിടെ നിന്ന് ഈ ഇന്ത്യയുടെ അകത്തുനിന്ന് മാത്രമല്ല എല്ലാം ഇന്ത്യയുടെ അകത്തുനിന്ന്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഷിപ്മെൻ്റ് ആയിട്ട് കപ്പലായിട്ട് വരും. ഓക്കെ ഓക്കെ. അപ്പം അങ്ങനത്തെ മെറ്റീരിയൽ ശരിക്കും നമുക്ക് മീൻസ് എന്തൊക്കെ എന്തിനു വേണ്ടി ടൈലായിരിക്കും വരുന്നത്? അപ്പോൾ കുറേ ഡിസൈൻസിന് വ്യത്യാസമൊന്നുമില്ല അങ്ങനെ? ഓക്കെ ഓക്കെ ഓക്കെ. നമുക്കിപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് വർക്ക് ചെയ്യാനായിട്ട് എത്ര എംപ്ലോയീസിൻ്റെ ആവശ്യം വരുന്നുണ്ട്? ലൈക്ക് ഇതിപ്പോൾ കൊണ്ടുവരാനായിട്ട് ഇറക്കാനായിട്ട് ആൾക്കാരുണ്ട്, പിന്നെ ഇത് കൊണ്ടുപോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഡ്രൈവേഴ്സും ഇവിടെ കറൻറ്റ് നമുക്കിപ്പോൾ എത്ര എംപ്ലോയീസിൻ്റെ ആവശ്യം? 10 പേരുടെ ഇത് ആണ് നമുക്ക് ഓവറോൾ വരും. ആ ഓക്കെ ഓക്കെ. ബാക്കി ഇതൊക്കെ മെഷീനറി യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. നമുക്കിപ്പോൾ നമ്മുടെ വെയർ ഹൗസാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ എന്തോരം സാധനങ്ങൾ കപ്പാസിറ്റി വയ്ക്കാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും ഒരു ഓവറോൾ പറയാൻ പറ്റും? അതായത് ഇപ്പം ഇത്ര ലോഡിനുള്ളത് നമുക്ക് അസ്യൂം ചെയ്ത് വയ്ക്കാൻ പറ്റും? സ്പേസിന് നമുക്ക് പ്രശ്നമില്ല. ഓക്കെ ഓക്കെ. നമുക്ക് പിന്നെ ലോഡ് വരുന്നത്, അതായത് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് വെക്കുന്നത് ആവശ്യം അനുസരിച്ചിട്ടാണോ, നമ്മൾ തീരണതിൻ്റെ അനുസരിച്ച് അടുത്തെടുത്തെടുക്കുകയാണോ, അതോ മാർക്കറ്റിൽ പുതിയത് വരുന്നതനുസരിച്ച്? ബൈ ഓർഡർ അനുസരിച്ച്. ഓക്കെ 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 ഓക്കെ. പിന്നെ നമുക്കിവിടെ സോഫ്റ്റ്വെയർ എന്തെങ്കിലും മീൻസ് ഇതിനാവശ്യമായിട്ട് എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം? ഏത് സോഫ്റ്റ്വെയർ ആയിരുന്നു നോക്കാൻ? അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടാണോ? അക്കൗണ്ടിങ്ങിനും ഓക്കെ ഓക്കെ. എല്ലാം ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. ഓക്കെ. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് സ്റ്റോക്ക് അറിയാനും പിന്നെ മറ്റേ എപ്പോഴൊക്കെ ഓർഡർ ചെയ്യേണ്ടതെന്ന് അറിയാനുള്ള മീൻസ് അതായത് ഓരോ ഐറ്റത്തിൻ്റെ സ്റ്റോക്കൊക്കെ എന്തോരുണ്ടെന്ന് അറിയാം. ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ മറ്റേ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, ചെറിയ കസ്റ്റമേഴ്സ് വീടുകളിലേക്കുള്ളതുണ്ടാവും, അതുകൂടാണ്ട് ഇപ്പോൾ വലിയ ബിൽഡിങ്ങുകളിലേക്ക് ഫുൾ ക്ലോസ് ആയിട്ട് വരും. അപ്പോൾ എങ്ങനെ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ അറേഞ്ച് ചെയ്യണോ അതോ നമ്മൾ പുറത്ത് നമ്മുടെ ഓൺ? ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വണ്ടികൾ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അതിൻ്റെ എംപ്ലോയി ചാർജസ് നമ്മൾ ഓക്കെ ഓക്കെ. നമുക്ക് പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ മാനുഫാക്ചറിങ് ഉണ്ടാക്കുന്ന സ്ഥലത്തു നിന്ന് ഡയറക്റ്റ് ആണല്ലോ നമ്മൾ വേറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴിയാണോ അതോ ഡയറക്റ്റ് നമ്മൾ മേടിക്കുകയാണോ? അതായത് ഇപ്പോൾ രാജസ്ഥാനിൽ ഡയറക്റ്റ് മേടിക്കണം. ഇവിടെ നിന്ന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കുന്നുണ്ടോ അതോ ഡയറക്റ്റ് കസ്റ്റമേഴ്സിനാണോ? റീറ്റെയിലാണോ ഹോൾസെയിലാണോ? രണ്ടും വരുന്നു. ഓക്കെ. അപ്പോൾ ഹോൾസെയിൽ ഏതൊക്കെ സ്ഥലങ്ങളിലേക്കായിരിക്കും? ഇപ്പം അടുത്തായിരിക്കില്ലല്ലോ പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ അവരും ഇതേപോലെ വന്ന് ഇവിടെ വന്നിട്ട് കളക്ട് ചെയ്യുന്നതായിരിക്കും? ഓക്കെ ശരി ശരി. നമുക്കിപ്പോൾ ഒരു മീൻസ് കസ്റ്റമറിൻ്റെ ഡിമാൻഡ് ഇപ്പോൾ മാർക്കറ്റ് മാറി എന്നറിയാനായിട്ട് എന്തെങ്കിലും ഇതുണ്ടോ? അതായത് ഇപ്പോൾ മറ്റേ ഓക്കെ ഓക്കെ. എന്തൊക്കെ മെഷീനുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഏകദേശം പറയാൻ പറ്റും? അതായത് നമുക്കിപ്പോൾ ഓക്കെ ഓക്കെ. ആ ഇപ്പം എന്തൊക്കെ ആവശ്യത്തിനായിരിക്കും ഇപ്പോൾ ഓരോന്ന്? ഇപ്പോൾ വലിയൊരു ഇത് നമ്മൾ കണ്ടു മറ്റേ അത് ആ ഗ്രാനൈറ്റിന് വേണ്ടി മാത്രമായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ മാൻ പവറും ആൾക്കാർ മാൻ പവറും ഉണ്ട്. മറ്റേ ലോഡിങ്ങിന് നമുക്ക് പുറത്തുനിന്നാണോ നമ്മുടെ തന്നെ സ്റ്റാഫ്?
നമുക്കിപ്പോൾ മറ്റേ എംപ്ലോയീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവരുടെ മറ്റേ സേഫ്റ്റി മെഷർ പോലെ അവർക്ക് കയ്യിൽ ഗ്ലൗസ് അങ്ങനത്തെ എന്തൊക്കെ സാധനങ്ങളായിരിക്കും വരുന്നുള്ളത്? ഇപ്പം മാർബിളും സംഭവം കട്ടിങ് വരുന്നുണ്ടോ? കട്ടിങ് ഇല്ല. ഓക്കെ. അപ്പോൾ ഈ ഇറക്കാൻ സംഭവം ഇപ്പോൾ എങ്ങനെ ഗ്ലൗസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ? ഓക്കെ ഓക്കെ. മറ്റേ ഷൂസും മറ്റേ സംഭവങ്ങളൊക്കെ? പല ഐറ്റംസ് ആയിരിക്കും വരും. അത് നമ്പർ ഉണ്ടാവും, പേരുണ്ടാവും, അതനുസരിച്ച് നമ്മൾ തിരിച്ച് വയ്ക്കുക. അതങ്ങനെ ബ്ലോക്ക് ബേസ് നമ്മൾ സിസ്റ്റത്തിൽ കയറ്റും. സെയിൽ പോകുന്നതനുസരിച്ച് നമ്മുടെ സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കലി കുറയും. നമ്മൾ ഗേറ്റ് പാസ് കൊടുത്ത് വരുമ്പോൾ കുറയും. സെയിൽ ബിൽ അടിച്ചാൽ ഓട്ടോമാറ്റിക്കലി ആ ബ്ലോക്ക് നമ്പറിൽ നിന്നും കുറഞ്ഞു വരും, എല്ലാം കുറഞ്ഞു വരും. ഓക്കെ. അപ്പോൾ തീരുമ്പോൾ നമുക്കറിയാൻ പറ്റും അടുത്ത ലോഡ് വരും. ഒരു ലോഡിൽ തന്നെ മാർബിളും ടൈലിൻ്റെ ലോഡാണെങ്കിൽ ടൈല്, ലോഡാണെങ്കിൽ അങ്ങനത്തെ അങ്ങനെ തന്നെയാണ്. ഓക്കെ ഓക്കെ. ഒരു ലോട്ടിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ടാവും. ഓക്കെ ഓക്കെ. അത് ലോട്ട് തിരിച്ച് കയറ്റും. എന്നിട്ട് ഇത് ഇറക്കി വെക്കുന്ന ഒരു സ്ഥലം അവിടെ നിന്ന് മാറ്റാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ ഡയറക്റ്റ്? ഓക്കെ ഓക്കെ ഓക്കെ. അതിനിപ്പോൾ ഫോക്ക് ലിഫ്റ്റും മാൻ പവറും ഉപയോഗിച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ.